ഇത് ക്ലിക്ക് ഓൺ വീക്കെൻഡ് അറേബ്യയുടെ ഏറ്റവും പുതിയ എപ്പിസോഡ്. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പരിമിതമായ തോതിലെങ്കിലും ജനാധിപത്യം രൂപം കൊണ്ട ഗൾഫ് മേഖലയിലെ ആദ്യ രാജ്യമാണ് കുവൈത്ത്. എന്നാൽ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ അസ്ഥിരതയാണ് ഈ രാജ്യത്തിൻ്റെ നിർഭാഗ്യമായി ഇന്നും തുടരുന്നത്. പ്രതിപക്ഷ നേതാവ് മുസല്ലം അൽ ബറാക്കിൻ്റെ അറസ്റ്റാണ് പുതിയ രാഷ്ട്രീയ കാലുഷ്യങ്ങൾക്ക് വഴിയൊരുക്കിയത്. ഇത് തെരുവിലേക്ക് വരെ നീളുന്ന പ്രക്ഷോഭമായി മാറുകയും ചെയ്തു. അദ്ദേഹത്തെ വിട്ടയച്ചെങ്കിലും കുവൈത്തിൻ്റെ രാഷ്ട്രീയ വർത്തമാനങ്ങളിൽ ഈ കാലുഷ്യം പുകഞ്ഞുകൊണ്ടേ തന്നെ ഇരിക്കുന്നു. അതേക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇക്കുറി ആദ്യം. ഇറാഖ് അധിനിവേശത്തിന്റെ 2 വ്യാഴവട്ടങ്ങൾ പിന്നിടുന്ന കുവൈത്തിന് ഇനിയും സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുന്ന സാഹചര്യമാണോ മേഖലയിൽ? അല്ല എന്ന് തന്നെ ഉറപ്പിക്കുന്നു അതിർത്തിക്കപ്പുറത്തെ സംഘർഷങ്ങളും ISIS വിമത പോരാളികളുടെ ഗൂഢനീക്കങ്ങളും. അതിർത്തി കാക്കാൻ കൂടുതൽ സൈനികരെ ജാഗ്രതാക്കി നിർത്തിയതുകൊണ്ട് മാത്രമായില്ല. ആഭ്യന്തര രാഷ്ട്രീയം കലങ്ങി മറിയുമ്പോൾ ശത്രുവിന് കാര്യങ്ങൾ എളുപ്പമാകും. ഈ രാഷ്ട്രീയ ബാലപാഠം പക്ഷേ ആരും ഗൗനിക്കുന്നില്ല. പശ്ചിമേഷ്യയിൽ പരിമിത ജനായത്ത പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ച മണ്ണാണിത്. പറഞ്ഞിട്ടെന്ത്, അനിശ്ചിതത്വമാണ് എന്നും കൂട്ട്. രാജവാഴ്ച നിലനിൽക്കെ തന്നെ ഭരണതലങ്ങളിൽ ജനപ്രാതിനിധ്യം ഉറപ്പാക്കാൻ കുവൈത്ത് ഭരണഘടന പ്രത്യേകം അനുശാസിക്കുന്നു. ഭരണകൂടവും ജനങ്ങളും തമ്മിലെ പാരസ്പര്യം ഊട്ടിയുറപ്പിക്കാനും വ്യവസ്ഥയുണ്ട്. പ്രയോഗത്തിൽ പക്ഷേ പൊരുത്തക്കേടുകളുണ്ട്. നിലപാടുകളുടെയും പങ്കാളിത്തത്തിൻ്റെയും വഴിയിലെ ഭിന്നാഭിപ്രായങ്ങൾ സ്വാഭാവികം. 2 ഭരണവ്യവസ്ഥകൾക്കിടയിലെ പരമാവധി അനുരഞ്ജനം എന്നത് മാത്രമാണ് ഇവിടെ പരിഹാരം. പലപ്പോഴും അതുണ്ടാകുന്നില്ലെന്ന് മാത്രം. അതുകൊണ്ടാണ് 4 വർഷത്തിലൊരിക്കൽ നടക്കേണ്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വർഷത്തിൽ 4 തവണ വരെയാകുന്നതിൻ്റെ പരിഹാസ്യത സംഭവിക്കുന്നത്. നാട്ടിലത്തെ ജനാധിപത്യ വ്യവസ്ഥ വെച്ച് ഇവിടെ നോക്കുമ്പോൾ ഒന്നുമല്ല എന്ന് തോന്നുമെങ്കിൽ തന്നെ ഇവിടുത്തെ ഈ പരിസരത്തുള്ള GCC കൺട്രിയിലുള്ള മറ്റ് ഇതര രാജ്യങ്ങളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുവൈത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒരുപാട് പ്രത്യേക രീതിയിലുള്ള ആനുകൂല്യങ്ങളും പ്രത്യേക സ്വാതന്ത്ര്യവും ഭരണത്തിലും അതിന് പുറത്തും ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ തരത്തിലുള്ള നീക്കുപോക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഡിസ്റ്റർബൻസ് വന്നാൽ തന്നെയും അത് വളരെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാൻ ഇവിടുത്തെ അമീറും അതിൻ്റെ കൂടെയുള്ള ഭരണ നേതൃത്വവും വളരെ നല്ല രൂപത്തിൽ ശ്രമിക്കാറുണ്ട്. പാർലമെന്ററി സംവിധാനത്തിന്റെ മികവ് പറയുമ്പോഴും അതിനേൽക്കുന്ന മുറിവുകളെക്കുറിച്ച് കുവൈത്തികൾക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. പ്രതിസന്ധി തീർക്കാൻ പാർലമെന്റ് പിരിച്ചുവിട്ടും മന്ത്രിസഭ അഴിച്ചുപണിതും അമീർ ഷെയ്ഖ് സബാഖ് അൽ അഹമ്മദ് അൽ സബാഖ് കൈക്കൊണ്ട നടപടികൾ രാഷ്ട്രീയ പക്വതയുടെ തെളിവായിരുന്നു. മാത്രവുമല്ല, ലോകത്ത് പുതിയ ശാക്തിക സന്തുലിതത്വം മുന്നിൽ കണ്ട് വിളിച്ചു ചേർത്ത ഉച്ചകോടികളും ഖത്തറും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി രൂപപ്പെട്ട ഭിന്നതയിൽ സമവായ റോള് നിർവഹിക്കാനായതും കുവൈത്ത് അമീറിന്റെ രാഷ്ട്രീയ മികവ് ലോകത്തെ ബോധ്യപ്പെടുത്തി. എന്നാൽ പരിമിത ജനായത്ത പരീക്ഷണത്തിന്റെ നടത്തിപ്പ് അത്ര സുഖകരമല്ലെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്നതായി പോയ വാരം നടന്ന സംഭവങ്ങൾ. തെരഞ്ഞെടുത്ത സർക്കാരും ഇലക്ഷൻ ബഹിഷ്കരിച്ച പ്രതിപക്ഷവും തമ്മിലെ അകൽച്ച രൂക്ഷമായി. ഭിന്നത തെരുവ് യുദ്ധ സാഹചര്യമൊരുക്കി. നമ്മുടെ രാജ്യത്തൊക്കെ നമ്മൾ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇലക്ഷനെ നേരിട്ട് അതിൽ ജനങ്ങളുടെ സപ്പോർട്ട് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിപക്ഷമാണ്. പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷം ഇലക്ഷനെയും അല്ലെങ്കിൽ അങ്ങനത്തെ വോട്ടെടുപ്പിനൊക്കെ അഭിമുഖീകരിക്കാതെ അതിനൊക്കെ പുറംതിരിഞ്ഞുകൊണ്ട് ഒറ്റപ്പെട്ട രീതിയിൽ സ്വയം ഒരു പ്രതിപക്ഷമായിട്ട് പ്രഖ്യാപിക്കുകയും എന്നിട്ട് ഇവിടുത്തെ ഭരണ കാര്യങ്ങളെ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷത്തിനാണ് ഇവിടെ കാണുന്നത്. അതെനിക്ക് മറ്റുള്ള എല്ലാത്തിലും വ്യത്യസ്തമായിട്ട് വളരെ കൗതുകരമായിട്ട് തോന്നുന്നു. സുരക്ഷ ഉൾപ്പെടെയുള്ള മേഖലകളിൽ രാജ്യം ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കേണ്ട ഘട്ടത്തിൽ തന്നെയാണ് കുവൈത്ത് തെരുവുകളിൽ സംഘർഷം പടർന്നിറങ്ങുന്നതും. മുൻ MP-യും പ്രതിപക്ഷ നിരയിലെ പ്രമുഖനുമായ മുസല്ലം അൽ ബറാക്കിന്റെ അറസ്റ്റാണ് തെരുവ് സംഘർഷത്തിന് വഴിയൊരുക്കിയത്. പ്രതിഷേധം പലയിടങ്ങളിലും വല്ലാതെ വഴിമാറി. രാജ്യം അഴിമതി മുക്തമാക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഇസ്ലാമിക പ്രതിപക്ഷ കൂട്ടായ്മ സംഘടിപ്പിച്ച റാലിയാണ് സംഭവങ്ങളുടെ തുടക്കം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഭരണഘടനാ കോടതി മേധാവിയുമായ ഫൈസൽ മുർഷിദിനെതിരെ ഗുരുതരമായ അഴിമതി ആരോപണം ഉന്നയിച്ചതാണ് ബറാക്കിന്റെ അറസ്റ്റിന് വഴിയൊരുക്കിയത്. മുൻ പാർലമെന്റിനെ പിരിച്ചുവിടാൻ ഫൈസൽ മുർഷിദി വൻ തുക കോഴ പറ്റിയെന്നായിരുന്നു അൽ ബറാക്കിന്റെ ആരോപണം. അറസ്റ്റും ജയിൽ ശിക്ഷയും മുസല്ലം അൽ ബറാക്കിന് പുതുമയുള്ള കാര്യമല്ല. അമീറിനെ ഇകഴ്ത്തി സംസാരിച്ച കുറ്റത്തിന് 5 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടിരുന്നു നേരത്തെ ബറാക്ക്. ആ കേസ് അപ്പീൽ കോടതിയുടെ പരിഗണനയിലാണ്. ഇക്കുറി നേതാവ് അകത്തായതോടെ
വിലക്കുകൾ ലംഘിച്ച് അനുയായികൾ തെരുവിലിറങ്ങി. ആന്തലൂസിൽ ബറാക്കിന്റെ ദീവാനിയയിൽ നിന്നും പ്രകടനമായി നീങ്ങിയവരെ സെൻട്രൽ ജയിൽ പരിസരത്ത് പോലീസ് തടഞ്ഞു. പാർലമെന്റ് മുൻ സ്പീക്കർ അഹമ്മദ് സാദുൽ ഉൾപ്പെടെ നിരവധി പ്രമുഖർ അണിനിരന്നു പ്രകടനത്തിന്റെ മുൻനിരയിൽ. പോലീസ് അഭ്യർത്ഥന ഉൾക്കൊണ്ട് ഇവർ മാന്യമായി പിരിഞ്ഞുപോയെങ്കിൽ മറ്റൊരു വിഭാഗം ഫിർദൌസ് മേഖലയിൽ അതിക്രമങ്ങളുടെ വഴി തേടുകയായിരുന്നു. ഒട്ടേറെ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടു. നിയമലംഘകരായ 13 പേരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് നടപടി പ്രകടനക്കാരെ പ്രകോപിപ്പിച്ചു. കറാമത്ത് അൽവദൻ എന്ന പേരിൽ തൊട്ടടുത്ത ദിവസം രാത്രിയിൽ വീണ്ടും പ്രതിപക്ഷ പ്രതിഷേധം കുവൈത്ത് തെരുവുകളെ ഇളക്കിമറിച്ചു. ഏറെ നേരം തെരുവ് യുദ്ധം തന്നെയായിരുന്നു സൊബാഖ് അൽ നാസർ, ഫിർദൌസ് ഭാഗങ്ങളിൽ. വ്യാപകമായ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. പ്രതിപക്ഷത്തിലുണ്ടായിരുന്ന കുറച്ച് പ്രധാനപ്പെട്ട നേതാക്കൾ വേറൊരു സ്ഥലത്ത് പ്രതിഷേധ റാലി പോലെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഒരു ചെറിയൊരു റാലി സംഘടിപ്പിച്ചപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പോലീസ് മേധാവികളൊക്കെ അവിടെ വന്ന് അവരുടെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവരെല്ലാം പിരിഞ്ഞുപോയി. പക്ഷേ എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്ന പോലെ ഇതിലും അതിൻ്റെ ബാക്കിൽ വേറെ കുറേ ക്ഷുദ്രശക്തികൾ ഇതിനോട് ഈ നാടിൻ്റെ മറ്റുള്ള പുരോഗതിക്കൊന്നും താല്പര്യമില്ലാത്ത കുറേ വിഭാഗർ അവിടെ കുറച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. വീണ്ടും പ്രതിഷേധ റാലിക്ക് കോപ്പ് കൂട്ടുന്നതിനിടെ ബറാക്കിന് ജാമ്യം ലഭിച്ചു. അതോടെ സംഘർഷത്തിന് താൽക്കാലിക അറുതിയും. എന്നാൽ ഉരുണ്ടുകൂടുന്ന രോഷം അത്ര പെട്ടെന്ന് അവസാനിക്കുമെന്ന് കരുതാൻ വയ്യ. ജാമ്യം ലഭിച്ച ബറാക്ക് അനുയായികളെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗം അതിന്റെ സൂചനയാണ്. അഴിമതിമുക്തമായ ജനായത്ത സംവിധാനം കുവൈത്തിൽ പുലരും വരെ പോരാട്ടം തുടരുമെന്നാണ് മുസല്ലം അൽബറാക്ക് നൽകുന്ന മുന്നറിയിപ്പ്. എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന കുവൈത്ത് നിയമവ്യവസ്ഥയെ മാനിക്കണമെന്നും നിരുത്തരവാദ പ്രസ്താവനകളിൽ നിന്ന് എല്ലാവരും പിൻവാങ്ങണമെന്നും കുവൈത്ത് അമീർ നിർദ്ദേശിച്ചു. എന്നാൽ ഇപ്പോൾ ലഭിച്ച അനുകൂല സാഹചര്യം ഫലപ്രദമായി മുതലെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രതിപക്ഷ നിര. രാജ്യവും മേഖലയും നേരിടുന്ന വിപൽസന്ധികളുടെ ആഴം ഉൾക്കൊള്ളാൻ ഇരു കൂട്ടർക്കും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ വൻ രാഷ്ട്രീയ ദുരന്തം തന്നെയാകും സംഭവിക്കുക. ജനായത്ത പ്രക്രിയ മാത്രമല്ല, കുവൈറ്റ് ജനതയുടെ മാന്യമായ രാഷ്ട്രീയ ഇടം കൂടിയാകും അതോടെ നഷ്ടപ്പെടുക.